പത്തനാപുരത്ത് കറങ്ങി നടക്കുന്ന ചില ആളുകൾക്ക് ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനസ്സാണ് ഭരണ വീടുകളെ വോട്ട് പിടിക്കാനുള്ള മാർഗമാക്കി മാറ്റുന്നു എന്നുമാണ് കെ.വി. ഗണേഷ് കുമാറിന്റെ ആരോപണം. 26 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നതൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല. ഗണേഷ് കുമാറിനോട് ചോദിക്കാൻ മനസ്സിൽ വന്ന ചോദ്യം എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ.വി. ഗണേഷ് കുമാറിനെ വിജയിപ്പിച്ച് ആദ്യ തവണ നിയമസഭയിലെത്തിച്ച് മന്ത്രിയാക്കിയ പ്രസ്ഥാനത്തെ മറന്നുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മരണം വരെയും മനസ്സിലൊളിപ്പിച്ചു വെച്ച കുറെ രഹസ്യങ്ങളുണ്ട്. മറക്കരുത് എന്ന് തന്നെ കെ.വി. ഗണേഷ് കുമാർ പറയണം ജനങ്ങളോട്. എന്തു മാറ്റമാണ് പത്തനാപുരത്തിന് മാത്രമായി കെ.വി. ഗണേഷ് കുമാറിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പത്തനാപുരം താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നത് കെ.വി. ഗണേഷ് കുമാർ അല്ല, UDF വരാം. ജ്യോതികുമാർ ചാമക്കാല നടന്നു തീർക്കാത്ത ഒരു വഴിയും ഇന്ന് പത്തനാപുരം നിയോജക മണ്ഡലത്തിലില്ല. ഗണേശൻ അങ്ങനെ ചെറുതാകാൻ പാടില്ല. ഞങ്ങളുടെ മനസ്സിലുള്ള ഗണേശൻ അങ്ങനെയാണോ? ജയിക്കാതെ പരാജയപ്പെട്ട് മടങ്ങിപ്പോകേണ്ട ജ്യോതികുമാർ ചാമക്കാല വീണ്ടും അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഗണേശ താങ്കൾ അത് പേടിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനാപുരത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പ്രസ്താവന നടത്തി. പത്തനാപുരത്ത് ചിലർക്കൊക്കെ ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ മനസ്സാണ്, 24 വർഷമായിട്ട് ഞാൻ ചെയ്തതൊന്നും നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാലയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹം അവരുടെ നാട്ടിലെ ഏത് മരണം നടന്നു കഴിഞ്ഞാലും അവിടേക്ക് ഓടിച്ചെല്ലുന്ന ഒരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ പറയാനുള്ളത്? അല്ല, സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇപ്പം നമ്മളെന്ത് പറഞ്ഞാലും നമ്മളൊരു കോൺഗ്രസ് അനുഭവമുള്ള ആളാണ് എന്ന് അറിയാവുന്ന പത്തനാപുരത്തുകാരായാലും ബാക്കിയുള്ള ആളുകളും അത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്ന് തോന്നലുണ്ടാകും. എങ്കിലും ഇതൊക്കെ ആളിപ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം അവിടെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ആകമാനം എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും ഒരു ഒട്ടുമിക്ക മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് കുറേ പരിപാടികൾ നടന്നു. സന്ദീപ് ജി വാര്യർ മുഖ്യാതിഥിയായിട്ടുണ്ടായിരുന്ന പരിപാടിയായിരുന്നു. അതിൽ 1-2 പരിപാടികളിൽ എന്നെയും വിളിച്ചിരുന്നു. മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതിയ ആൾ എന്ന നിലയിൽ അവർ വെളക്കുടി മണ്ഡലം കമ്മിറ്റിയും വെട്ടിക്കൽ മണ്ഡലം കമ്മിറ്റിയും എനിക്കൊരു മൊമെൻ്റോ അനുമോദനം ഒക്കെ തന്നിരുന്നു. ഞാൻ അവിടെ പോയി ഈ സന്ദീപ് വാര്യരുടെ പ്രസംഗങ്ങളൊക്കെ നേരിട്ട് കേട്ട ഒരാളാണ്. പക്ഷേ ഇവിടെ എങ്ങും ജ്യോതികുമാർ ചാമക്കാല പ്രസംഗിച്ചില്ല. വന്ന് പരിപാടിയിൽ പങ്കെടുത്തു സജീവമായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടന്നത്. കോർഡിനേറ്റ് ചെയ്ത് പോയതാണ്. പക്ഷേ അപ്പോഴാണ് ഈ സന്ദീപ് വാര്യർ ഈ കെ.വി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ആ പ്രസംഗങ്ങളിൽ നടത്തിയപ്പോഴാണ് ഈ വിഷയം എന്താണ് എന്ന് ഞാൻ തിരക്കിയതും. അതിനെ തുടർന്നാണ് ഈ ഗണേഷ് കുമാറിന്റെ പേജിൽ തന്നെ, ഗണേഷ് കുമാറിന്റെ ഒരു ഫാൻ പേജിൽ തന്നെ ഈ പ്രസംഗം കിടപ്പുണ്ട്. അതായത് പത്തനാപുരത്ത് കറങ്ങി നടക്കുന്ന ചില ആളുകൾക്ക് ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനസ്സാണെന്നും ഇയാൾ എവിടെയൊക്കെ മരണമുണ്ടെന്നോ ആ മരണത്തിൽ സന്തോഷിക്കുന്നുവെന്നും മരണ വീടുകളെ വോട്ട് പിടിക്കാനുള്ള മാർഗമാക്കി മാറ്റുന്നു എന്നുമാണ് കെ.വി. ഗണേഷ് കുമാറിന്റെ ആരോപണം. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് 26 വർഷങ്ങളായി വികാരരഹിതനായിട്ട്, അതായത് സിനിമയൊക്കെ ഡബ് ചെയ്യുന്ന ഒരാളാണ് പുള്ളി സംസാരിക്കുന്നത്. 26 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നതൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല. എനിക്കത് കേട്ടപ്പം ഗണേഷ് കുമാറിനോട് ചോദിക്കാൻ മനസ്സിൽ വന്ന ചോദ്യം എന്ന് പറയുന്നത് താങ്കളുടെ പിതാവായ കൊട്ടാരക്കരക്കാരൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ അച്ഛൻ കീഴോട്ട് വീട്ടിൽ രാമൻ പിള്ള, അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്, അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ രാമൻ പിള്ളയുടെ കുടുംബ സ്വത്ത് എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞ 26 വർഷമായി പത്തനാപുരത്ത് താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യമാണ്. കീഴോട്ട് തറവാട്ടിലെ എന്തെങ്കിലും സ്വത്ത് കൊണ്ടുവന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പദ്ധതി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനം മറക്കാതിരിക്കാം. അല്ലെങ്കിൽ സിനിമാ നടനായിരുന്ന കെ.വി. ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും പണം എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് എന്ത് ചെയ്യാം? മറക്കാതിരിക്കാം. മറക്കാതിരിക്കണം എന്ന് പറയാനുള്ള ഒരവകാശവും ആർക്കില്ല? കെ.വി. ഗണേഷ് കുമാറില്ല. കാരണം എന്താണെന്നറിയോ? ജയിപ്പിച്ചു വിട്ട UDF കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നെങ്കിലും പത്തനാപുരത്ത് എന്തോന്ന് കേരള കോൺഗ്രസ് ബി ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അടിത്തറയിൽ കോൺഗ്രസ് പൊന്നെ കരളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പുതിയൊരാളെ കിട്ടിയപ്പോൾ ഇടതുപക്ഷ കോട്ടയായിരുന്ന പത്തനാപുരത്തെ വളച്ച് പിടിച്ച് കൊണ്ടുവന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ.വി. ഗണേഷ് കുമാറിനെ വിജയിപ്പിച്ച് ആദ്യ തവണ നിയമസഭയിലെത്തിച്ച് മന്ത്രിയാക്കിയ പ്രസ്ഥാനത്തെ മറന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തിലെ അദ്ദേഹത്തെ വളർത്തിയ ശ്രീമാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ പടച്ചുവിട്ടപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തിരുന്ന് തെറ്റുകാരനായിരുന്നു കൊണ്ട് ആ പടം നയിച്ചവനാണ് കെ.വി. ഗണേഷ് കുമാർ. സോളാർ വിഷയവും സരിതാ വിഷയവും മലയാളി മറക്കില്ല. മലയാളികൾ മറക്കാറില്ലല്ലോ. ഇല്ല. ഇയാൾ നിയമസഭയിൽ പോയി നടത്തിയൊരു പ്രസംഗമുണ്ട് UDF-നെ പറ്റി. മീനില്ലാതെ മീൻകറി വെക്കുന്നവർ, കമ്പിയില്ലാതെ പാലാരിവട്ടം പാലം പണിയുന്നവർ, അതാണ് UDF എന്ന്. അപ്പോൾ ഇയാൾ ഈ 10 വർഷം UDF-ന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് മന്ത്രിയായും MLA ആയും അവിടെ കയറി പൊറുതി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾക്ക് തോന്നിയില്ലേ
UDF മീനില്ലാതെ മീൻ കറി വെക്കുന്ന ആളാണെന്ന്. ഈ എന്തിനാ UDF വിട്ടുപോയെ? അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നത്തിലല്ലേ UDF വിട്ടുപോയെ? ഇയാളെ കുറ്റപ്പെടുത്താൻ മരണം വരെയും, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മരണം വരെയും മനസ്സിലൊളിപ്പിച്ചു വെച്ച കുറേ രഹസ്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാന്യതയാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മാന്യതയാണ്. ആ ഗണേശനാണ് വന്നിട്ട് പറയുന്നത്, ഞാൻ ചെയ്തതൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല, നിങ്ങൾ ചെയ്തതൊന്നും അവിടുത്തെ ഒരാളും മറന്നിട്ടില്ല. പിന്നെ കുറേ ഗിമിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു സിനിമാ നടന്റെ ഒരു എഫക്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഇയാൾ കുറേ നായർ മാടമ്പിത്തരമൊക്കെ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 26 വർഷമായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു തിരുത്ത് വരെയാണ്, 15 വർഷമാണ് ഗണേഷ് കുമാർ അവിടെ UDFന്റെ MLA ആയിരുന്നത്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപാളയത്തിലേക്ക് ചേക്കേറുകയും പിന്നീട് ജഗദീഷ് കുമാറിനെ പരാജയപ്പെടുത്തി, പിന്നീട് ജ്യോതികുമാർ ചാമക്കാലെ പരാജയപ്പെടുത്തുകയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറക്കരുത് എന്ന് തന്നെ ഗണേഷ് കുമാർ പറയണം ജനങ്ങളോട്. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഒന്നും മറക്കാൻ പറ്റില്ല. ഇനി ഇദ്ദേഹം ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറ്റി പറയുന്നു. 15 വർഷക്കാലം UDFന്റെ MLA ആയിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തെ പത്തനാപുരത്ത് കൊണ്ടുവന്ന വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് എന്തു മാറ്റമാണ് പത്തനാപുരത്തിന് മാത്രമായി KB ഗണേഷ് കുമാറിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? അവിടെ പത്തനാപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റി എന്ന് പറയുമ്പോൾ, പത്തനാപുരം പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് പൊളിച്ച് അവിടെ ഒരു കോംപ്ലക്സ് പണി. ആ കോംപ്ലക്സ് ഇപ്പൊ പട്ടി എത്തി കിടക്കുകയാണ്. അല്ല, ആ കോംപ്ലക്സ് പട്ടി എത്തി കിടക്കുന്നതിന്റെ കാലാനുസൃതമായ മാറ്റം വന്നത് ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അവിടെ ആശീർവാദ് സിനിവാസിന്റെ സിനി കോംപ്ലക്സ് വരുന്നു, ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നു, ഒട്ടനവധി വലിയ ബ്രാൻഡുകൾ വരുന്നു. പക്ഷെ എന്റെ ചോദ്യം ഉണ്ടെന്നേ, അവിടെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരെന്തിയേ? അവിടെ കുടിയിറക്കിപ്പെട്ട കുറെ പേരില്ലേ? അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന പരമ്പരാഗതമായി മീനും ഉണക്കമീനും പച്ചക്കറിയും വിറ്റുകൊണ്ടിരുന്ന കുറെ പേരില്ലേ? കൊട്ടയും വട്ടിയും കയറും അങ്ങനെ വിറ്റുകൊണ്ടിരുന്ന കുറെ ആളുകളില്ലേ? ഞാൻ പത്തനാപുരം ചന്തയുടെ ഒരു പഴയ പ്രതാപം ഉണ്ടായിരുന്നു. കാലാനുസൃതമായ മാറ്റം മുഖച്ഛായ പട്ടണത്തിലുണ്ടാവും. ഒരു പട്ടണമായി രൂപപ്പെടുന്നത് എങ്ങനെയാ? കച്ചവടക്കാരുണ്ടാവുമ്പോഴാണ്. ആ പട്ടണമായി കഴിയുമ്പോൾ അവിടെ ഇതിന് കാരണമായ കച്ചവടക്കാരെ കുടിയിറക്കി വിടാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് അവിടെ പുനരധിവാസം സാധ്യമായിട്ടുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ മുഖച്ഛായ മാറ്റി എന്ന് പറയുമ്പോൾ അത് ഗണേഷ് കുമാറിന്റെ ഫണ്ട് കൊണ്ടാണോ? അല്ല, അതേ ഗതാഗത മന്ത്രിയല്ലേ? അവിടുത്തെ ബസ് സ്റ്റാൻഡ്. അല്ല, ഞാൻ അതിലേക്ക് വരാം, ആവശ്യത്തിലേക്ക് തന്നെ ഞാൻ വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫണ്ട് കൊണ്ടാണോ ഇത് ചെയ്തത്? അല്ല, പഞ്ചായത്തിന്റെ ഭൂമിയാണ്, പഞ്ചായത്തും മറ്റു കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ ഫണ്ടും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വേറെ എന്തൊരു പദ്ധതിയാണ് ഇടതുപക്ഷ MLA ആയിരിക്കുമ്പോൾ KB ഗണേഷ് കുമാറിന് അവിടെ കൊണ്ടുവരാൻ പറ്റിയുള്ളത് എടുത്തു കാണിക്കാൻ പറ്റുന്ന എന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം. പത്തനാപുരം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുക്കിന് ഫ്ലെക്സ് വെച്ച് ചോദിച്ചു, എവിടെ ഗണേശേ താലൂക്ക് ആശുപത്രി? ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ, പിടിച്ചു നിൽക്കാൻ വേണ്ടി അത് ചെയ്തു. അത് ചെയ്യിപ്പിച്ച ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കൈയടിക്കണം, അവിടുത്തെ കോൺഗ്രസിന് കൈയടിക്കണം, അവിടുത്തെ UDFന് കൈയടിക്കണം, അവിടുത്തെ UDFന്റെ ഓരോ പ്രവർത്തകർക്കും കൈയടിക്കണം. അപ്പോൾ പത്തനാപുരം താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നത് KB ഗണേഷ് കുമാർ അല്ല, UDF വരാം. കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പെട്ടെന്ന് സ്ഥലം ഏറ്റെടുക്കുന്നു. ഇതെന്തേ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? ആ ചോദ്യം അവിടെ ബാക്കിയാവുകയല്ലേ? അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു പിതൃതുല്യനായ വാത്സല്യം ഉണ്ടായിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി എന്ന് പണ്ട് അദ്ദേഹം പറയുമായിരുന്നു. ആ വാത്സല്യം തന്നെ അദ്ദേഹം കാട്ടി. പത്തനാപുരത്തിന് പരിധികളില്ലാത്ത വികസനത്തിന് അദ്ദേഹത്തിന് ഫണ്ട് കൊടുത്തു. നമുക്കറിയാവുന്ന എത്രയോ വലിയ പാലങ്ങൾ വന്നു. അല്ല, ഞാൻ പറയാം, മണ്ണാംകുടി റെയിൽവേ പാലം എന്ന് പറഞ്ഞാൽ പത്തനാപുരത്ത് നടക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കൊണ്ടുവന്നത് ആരാണ്? കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷും അവിടുത്തെ പഞ്ചായത്തും എല്ലാം കൂടെ ഫണ്ട് ഇട്ട് അവിടെ MLA ഫണ്ടും വരുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് അദ്ദേഹം 2 കോടി രൂപ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നെല്ലാം മാറ്റി വെച്ച് അങ്ങനെ പൈസ കൊണ്ടുവന്നു. അവസാനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പായപ്പോൾ എന്തായി? ആ പദ്ധതി അവസാനം ബ്രാൻഡ് ചെയ്തത് ഗണേഷ് കുമാറിന്റെ പേരിൽ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്ന മറ്റൊരു വലിയ പദ്ധതിയാണ് മേലില പഞ്ചായത്തിൽ തുടങ്ങി വിളക്കുടി പഞ്ചായത്തിലൂടെ കടന്ന് വെട്ടിക്കോല പഞ്ചായത്തിൽ അവസാനിക്കുന്ന ഒരു വലിയ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കണ്ടത് അവിടെ മുഴുവൻ BJP-കാരുടെ നേതാക്കന്മാരുടെ ഫോട്ടോ നിരത്തി വെച്ചിട്ട് ഇത് അവർ കൊണ്ടുവന്ന പദ്ധതിയായിട്ട് വെച്ചിരിക്കുന്നത്. അത് പോട്ടെ, അതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ചെയ്ത മത്സരമാണ് കഴിഞ്ഞ തവണ നടന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹം ജയിച്ചു. കാരണം ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം നിയോജകമണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ടെലിവിഷൻ സ്ക്രീനുകളിൽ മാത്രം കണ്ടിരുന്ന UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കരുത്തനായ മുഖം, അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒരുപക്ഷെ ചില ആളുകൾക്ക് അങ്ങോട്ട് പിടിച്ചെന്ന് വരില്ല. അദ്ദേഹത്തിന് അങ്ങോട്ട് പരിചിതമില്ല. അദ്ദേഹത്തിന് ചുരുങ്ങിയ കാലം മാത്രമേ പത്തനാപുരത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ. അതായത് വലിയ രീതിയിലുള്ള അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. ആരും അറിയാതെ പോയ കുറെ അപവാദങ്ങൾ. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കുറെ പൈസകളുണ്ട്. ഇത് അംബാനിയും അദാനിയുമായിട്ട് എന്തോ ഡീൽ
ഡീല് പണ്ടുണ്ടാക്കി ആ ഡീലിന്റെ പൈസയാണെന്ന് പറഞ്ഞ് പാമ്പിടിച്ചോന്റെ പേരിലുണ്ടായിരുന്ന ഒരു സ്കൂൾ വിറ്റ കഥയൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. ഈ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി ഒരു സ്കൂൾ വിറ്റ് അക്കൗണ്ടിൽ പൈസ ഇട്ട് കാത്തിരുന്നിട്ട് വന്ന് മത്സരിച്ച കഥയൊന്നും ആർക്കും അറിയില്ല. അതൊന്നും പോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതിലേക്കൊന്നും പോട്ടെ. അപ്പോൾ ആ പുള്ളി എന്തുമാത്രം ആ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും സാമ്പത്തികമായി എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുമാതിരി ജ്യോതികുമാർ ചാമക്കാലെ വെളുപ്പിക്കലായി പോകും എന്നുള്ളത് കൊണ്ട് അത് ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി കെ വി ഗണേഷ് കുമാറിലേക്ക് മടങ്ങി വരും. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു വർഷമോ 6 മാസമോ മാത്രം പ്രവർത്തിക്കാൻ കഴിയാവുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ആ മത്സരം കടുപ്പിക്കാൻ പറ്റിയെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം വിട്ടുപോയിട്ടില്ല. അദ്ദേഹം അവിടെ വീടെടുത്ത് അവിടെ താമസിക്കുകയാണ്. ഈ അടുത്തിടയിലാണ് നേഷൻ ഫെസ്റ്റിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് വസതിയിൽ പോയിട്ടാണ് ആ വീടെടുത്തത്, ആ ഇന്റർവ്യൂ എടുത്തത്. അദ്ദേഹത്തിന്റെ അവിടെ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, ചേച്ചി അതിപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിരുന്നു, ചേച്ചി എന്തുകൊണ്ട്? ഒന്നുമില്ല രോഹിത്തെ, കുഴപ്പമൊന്നുമില്ല, ഇദ്ദേഹത്തെ ഇവിടെ ഒരു മാസത്തിൽ ഒരിക്കലേ കിട്ടുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. കാരണം മാസത്തിലൊരിക്കൽ മാത്രമാണ് തൊട്ടടുത്ത് 70 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോലും അദ്ദേഹം പോകുന്നത്. ബാക്കി സമയം മുഴുവൻ പത്തനാപുരത്തിന്റെ മേഖലകളിലുണ്ട്. ജ്യോതികുമാർ ചാമക്കാല നടന്നു തീർക്കാത്ത ഒരു വഴിയും ഇന്ന് പത്തനാപുരം നിയോജക മണ്ഡലത്തിലില്ല. ഇനി മരണ വീട്ടിൽ പോകുന്ന കാര്യം, ശവപ്പെട്ടിക്കാരന്റെ മനോഭാവം എന്നാണ് പറയുന്നത്. അത് ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനോഭാവമല്ല, അതൊരു നേതാവിന്റെ ക്വാളിറ്റിയാണ്. എന്തിനാണ് കെ വി ഗണേഷ് കുമാർ ഇതിലേക്ക് ഇത്ര ബേജാറാവുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജനത്തെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ആർക്കാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ജ്യോതികുമാർ ചാമക്കാലയ്ക്കാണ്. ഗണേഷ് കുമാർ പോലും ഭയപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കല്ലേ. എന്റെ 26 വർഷത്തെ പ്രവർത്തനത്തെ നിങ്ങൾ മറക്കരുത് എന്ന് പറയുമ്പോൾ ജ്യോതികുമാർ അവിടെ വലുതാവുകയാണ്, ജ്യോതികുമാർ ചാമക്കാല അവിടെ വലുതാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗണേശൻ അങ്ങനെ ചെറുതാകാൻ പാടില്ല. ഞങ്ങളുടെ മനസ്സിലുള്ള ഗണേശൻ അങ്ങനെയാണോ? ഇനി ഇതിൽ സന്ദീപ് വാര്യർ അന്ന് കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടിയാണ് ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഹൈന്ദവാചാരപ്രകാരം ഒരു മരണ വീട്ടിൽ പോയാൽ കുളിക്കണം, ഡ്രസ്സ് മാറണം, അതിനൊക്കെ ഒരുപാട് സമയം പോകും. മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് സമയമില്ല, അതുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് പകരം ഇദ്ദേഹം പോകുന്നതെന്ന് വിചാരിച്ചാൽ പോരെ. രാവിലെ ഞാൻ പറയാം, ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനാണെന്ന്, ഒരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിക്കും. എൻ്റെ വീട്ടിലൊരു മരണം സംഭവിക്കുകയാണ്. അവിടേക്ക് കോൺഗ്രസിന്റെ അത്യാവശ്യം നല്ലൊരു മുഖമായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല കടന്നു വരുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ഇത് കഴിയുമ്പോൾ നേതാക്കന്മാരൊക്കെ വന്ന് രേഖപ്പെട്ടിട്ട് നേതാവ് വന്നിട്ട് പോയി. അപ്പോൾ ഞാൻ ഈ അടുത്തിടയിലും എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന, എൻ്റെ കുടുംബ വീടിൻ്റെ അടുത്ത്, എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഒരു ആൾ മരിച്ചുപോയി. എനിക്ക് അത്രയും അടുപ്പം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ചു. ഞാൻ എറണാകുളത്ത് വാഹനം ഓടിച്ച് അവിടെ എത്തി. ഇപ്പോൾ അവിടെ ചിലപ്പോൾ നല്ല ടൈറ്റ് ഈ അടക്കം നടക്കുന്ന സ്ഥലത്ത് വലിയ സ്ഥലമൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നൊരു മതിലിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അവിടെയും ചോദ്യം ഉണ്ട്. ഇവര് ഇടതുപക്ഷ അനുഭാവികളുടെ കുടുംബമാണ്. അവിടെയും ജ്യോതികുമാർ ചാമക്കാല സന്നിഹിതനായി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് കൂടെ വന്ന ആളോട് ചോദിച്ചു, എടേ ഇവിടെയൊക്കെ വന്ന് നിന്നിട്ട്, ഞാൻ തമാശയ്ക്ക് വയ്ക്കുന്നത്, ഇവിടെയൊക്കെ വന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഈ വീട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും പുള്ളി കിട്ടത്തില്ല. അതാ പറഞ്ഞത്, അത് പുള്ളി വോട്ട് നോക്കി വരുന്നതല്ല, പുള്ളി എല്ലാ വീട്ടിലും പോകുന്നു, ഒരു വീടും മാറ്റി നിർത്തുന്നില്ല, അവിടെ പോകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പൊക്കോണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് കൊടുക്കുന്ന സുരേഷ് ഇന്നും ഡൽഹിയിൽ നിന്ന് മണ്ഡലത്തിലെത്തിയ ആ ആഴ്ചകളിലെ ചരമക്കോളം കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പോകുന്ന ആഴ്ചകളിൽ എത്ര വീടുകൾ മരണമുണ്ടോ ആ വീടുകളിൽ കയറാറുണ്ട്, വീടുകളിൽ കയറാറുണ്ട്. ഈ അടുത്ത് എൻ്റെ കസിൻ ബ്രദറിന്റെ വിവാഹം നടന്നു. ഞാൻ തലേ ദിവസം ഒരു ആവശ്യമായിട്ട് കൊടുക്കുന്ന സുരേഷിനെ വിളിച്ചപ്പോൾ ഞാൻ എം പിയുടെ മണ്ഡലത്തിലാണ്, എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് വരാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, രോഹിത് അവിടെയുണ്ട്, ഞാൻ എറണാകുളത്ത് തിരിച്ചു വരുന്നു. ഓർത്തു വെച്ച് വിളിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ക്വാളിറ്റി. CR മഹേഷ് മരണവീട്, ഇനി ഇതുവരെ മരണവീടിൽ മാത്രം പോവല്ല ഗണേശ, അത് മനസ്സിലാക്കണം. അവരവിടെ ഓരോ മുക്കിലും മൂലയിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്, ജനങ്ങളുമായിട്ട് അടുക്കുകയാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണ്. ജയിക്കാതെ പരാജയപ്പെട്ട് മടങ്ങിപ്പോകേണ്ട ജ്യോതികുമാർ ചാമക്കാല വീണ്ടും അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഗണേശ താങ്കൾ അത് പേടിക്കേണ്ട വിഷയമാണ്. ഗണേഷ് കുമാർ മന്ത്രി ആയതുകൊണ്ടായിരിക്കാം ഗണേഷ് കുമാറിന്റെ സമയം. ഇതിനേക്കാൾ വലിയ മന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രത്തിൽ തൊഴിൽ വകുപ്പ് സഹമന്ത്രി ആയിരുന്നപ്പോഴും മരണ വീടുകളിലും കല്യാണ വീടുകളിലും കൊടുക്കുന്ന സുരേഷ് ഓടിയെത്തിയിട്ടുണ്ട്. ഇവർക്കൊന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷ്ഠയൊന്നും വലിയ ബാധകമൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹം തോറ്റിട്ടില്ലല്ലോ ഇലക്ഷനുകളിൽ. അതാ ഞാൻ പറയാം, അത് ഇതിന്റെയൊക്കെ പ്രശ്നമാണ്. ഇതിനെ ആക്ഷേപിക്കാൻ കൂടെ നിൽക്കാതെ താങ്കൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന്റെ പ്രചരണമൊക്കെ നമ്മളടുത്തിരുന്ന് കണ്ടത്, താർ ജീപ്പിലോ ഓപ്പൺ ജീപ്പിലോ വന്നിട്ട് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഹാരോ ഏറ്റു അങ്ങനെ നിന്ന് മൈക്കും വിളിച്ച് സംസാരിച്ചിട്ട് പോയിട്ട് ധാഷ്ട്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ഗണേഷ് കുമാറിന് ആളുകൾ വോട്ട് ചെയ്തു. ഒരു പക്ഷേ ഇനി വോട്ട് ചെയ്യുമായിരിക്കും. ഞാനവിടെ പറയുന്നത് പത്തനാപുരത്ത് എപ്പോഴും ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിൽ തന്നെ ഞാൻ പറയുന്നു, പത്തനാപുരത്ത് എപ്പോഴും മത്സരം ടൈറ്റാ. ഗണേഷ് കുമാറിനെ ഇഷ്ടപ്പെടുന്നത്, കാരണം ഗണേഷ് കുമാറിന്റെ അച്ഛനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോഴും പത്തനാപുരത്ത്, അതാണ് എൻ്റെ ബേസ്. പിന്നെ NSS എന്ന് പറയുന്ന പ്രബല സംഘടനയുടെ വലിയ ആളായിട്ടിരിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പല ഫാക്ടറികൾ വർക്കാവും. അത് ഇപ്പം ജ്യോതികുമാർ ചാമക്കാല മരണ വീടുകളിൽ പോയത് കൊണ്ട് അവിടെ 5 വർഷം നിന്നുകൊണ്ട് ജയിച്ചു പോകുന്നതെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ഇവർ തമ്മിലുള്ള മത്സരം ടൈറ്റാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് ഇവരിതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യം. 26 വർഷത്തെ പ്രവർത്തനങ്ങളെ നിങ്ങൾ മറക്കരുത്. ഞാൻ ചോദിച്ചു വന്നതാണ്, കീഴൂട്ട് തറവാട്ടിന്റെ സ്വത്തെടുത്ത് വെച്ചാണ് അവിടെ ഉണ്ടാക്കി, അല്ലല്ലോ.
നമ്മൾ നികുതി അടയ്ക്കുന്ന സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടുണ്ടാക്കിയ പ്രവർത്തനങ്ങളേ ഉള്ളൂ. അതിന് എന്തിനാണ് താങ്കളോട് നന്ദി കാണിക്കേണ്ടത്? അതിന് പകരം എന്താ? ഞങ്ങളങ്ങോട്ട് ആരോ ആട്ടെ, എന്തായാലും ഒരു തവണയെങ്കിലും ഞാൻ ഗണേഷ് കുമാർ നോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു തവണയെങ്കിലും നമ്മളൊക്കെ ഗണേഷ് കുമാർ നോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗണേഷ് കുമാറിന്റെ പോസ്റ്റ് ഒട്ടിച്ചിട്ടുള്ള ആളാണ്. ഒരു കോൺഗ്രസ്സുകാരനായി ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഗണേഷ് കുമാറിന്റെ പോസ്റ്റ് ഒട്ടിച്ചിട്ടുള്ള ആളാണ്, ഗണേഷ് കുമാറിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുള്ള ആളാണ്. എപ്പോഴാ? UDF ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ട് നമുക്കത് പറയാം. ഞങ്ങൾ ചൂണ്ടുവിരലിൽ കുത്തിത്തന്ന മഷി ഉണ്ടല്ലോ, അതുകൊണ്ട് കുത്തി വോട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് മാസം മാസം ശമ്പളം കിട്ടിയിട്ടില്ലേ? ഗ്രാൻറ്റുകൾ കിട്ടിയിട്ടില്ലേ? പേര് കിട്ടിയിട്ടില്ലേ? പ്രവർത്തിക്കാനുള്ള ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? കണ്ടവളുമാരുടെ ഭർത്താവിന്റെ അടിയും മേടിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടില്ലേ? പത്തനാപുരത്തെ നാറ്റിച്ചില്ലേ? ചെയ്തോ? ഇതൊക്കെ മറക്കണോ? എന്തൊക്കെയാണോ ഞങ്ങൾ മറക്കണ്ടേ? എത്ര കോൺഗ്രസ്സുകാരുടെ മനസ്സിന് വിങ്ങലുണ്ടായി? 500 ചോദിച്ചതുപോലെ എന്തൊക്കെയാണോ ഞങ്ങൾ മറക്കണ്ടേ? ഇതൊക്കെ ഞങ്ങൾ മറക്കണോ? അന്ന് കോൺഗ്രസ്സുകാരന്റെ മനസ്സ് വിഷമിച്ചത് പോട്ടെ. ഇനി ഞാൻ പറയാം, PV ഗണേഷ് ജഗദീഷ് കുമാർ എന്ന് പറയുന്ന സിനിമാ നടനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ വാളകത്ത് തുടങ്ങി പത്തനാപുരം വരെ ഒരു റാലി നടത്തി. നാഷണൽ ഹൈവേ MC റോഡ് ഒരുപോലെ ബ്ലോക്ക് ആയത് ഗണേശനോടുള്ള എതിർപ്പായിരുന്നു. പിന്നെ ഗണേശനെ അവിടെ ജയിപ്പിക്കുന്നത് ആരാ? ഗണേശനെ അവിടെ ജയിപ്പിക്കുന്ന അവിടുത്തെ CPM കാരനല്ല, അവിടുത്തെ CPI കാരനല്ല, അവിടുത്തെ BJP കാരനുമല്ല, അവിടുത്തെ കുറെ കോൺഗ്രസ്സുകാരാണ്. അത് പറയുന്നത് നമുക്കൊരു മടിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ജ്യോതികുമാർ ചാമക്കാൽ ജ്യോതിയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞതാ, അണ്ണാ ഇവിടെ ഇവരെ ജയിപ്പിക്കുന്ന ഇവിടുത്തെ കുറെ കോൺഗ്രസ്സുകാരാ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാ സീറ്റ് ആഗ്രഹിച്ചിട്ട് അത്ര ആ വിഭാഗീയത പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നിടത്തോളം കാലം ഗണേഷ് കുമാറിന് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഒരു മണ്ഡലത്തിൽ ഒരാളെ മത്സരിക്കാൻ പറ്റും ഒരു പാർട്ടിയിൽ നിന്ന്. അതെന്തായാലും അടുത്ത തവണ ജ്യോതികുമാർ ചാമക്കാലായിരിക്കും. അതിനകത്തൊരു മാറ്റമില്ല. കാരണം ആ പുള്ളി അതേ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ പത്തനാപുരത്ത് മാത്രമല്ല, എവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നാലും അവിടെയൊക്കെ ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. അപ്പം നേതൃത്വത്തിന് അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണ്, നേതൃനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ നിൽക്കുന്ന മണ്ഡലമാണ്, അദ്ദേഹത്തിന് ക്ലെയിമുള്ള മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് അവിടെ സ്ഥാനാർത്ഥി. കൂടെ നിന്ന് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. മാക്സിമം മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഇന്നാൾ വരെ ഒരു ആക്ഷേപം ഈ മണ്ഡലത്തിലൊക്കെ ഉയർന്നു കിടന്നിട്ടുണ്ടായിരുന്നു. കൊടുക്കുന്നിൽ സുരേഷ് ഏതാണ്ട് ചെയ്തിട്ടാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അല്ല ഗണേഷ് കുമാറിന് എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ എണ്ണുമ്പോൾ മനസ്സിലാവും പത്തനാപുരത്ത് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കുന്ന സുരേഷിന് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്ന്. അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ തിരിച്ചും ചെയ്തു കൊടുക്കണമല്ലോ. അതാണല്ലോ ഒരു ജെന്റിൽമാൻ അഗ്രിമെന്റ്. ഒരു കുന്തം ഇല്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ മനസ്സിലായി. അവിടുത്തെ അടിസ്ഥാന വർഗം സാധാരണക്കാർ അവരുടെ നേതാവിന് വോട്ട് ചെയ്തു, കൊടുക്കുന്ന സുരേഷ് വോട്ട് ചെയ്ത് കൊടുക്കുന്ന സുരേഷ് ജയിച്ചു. അല്ലാതെ ഒരു മാടമ്പിയുടെയും സപ്പോർട്ട് ഉണ്ടല്ല കൊടുക്കുന്ന സുരേഷ് അവിടെ ജയിച്ചത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ അടിസ്ഥാന വർഗം ജ്യോതികുമാർ ചാമക്കാലയോട് അടുക്കുന്നുണ്ട്. 10-26 വർഷമായില്ലേ? മടുത്തില്ലേ? ജനത്തിന് മടുക്കും. ജനം പുതിയതൊന്നിനെ തേടി പോവും. ആ പുതിയതൊന്ന് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ തനിത്തങ്കമാണെങ്കിൽ ജനം തിരഞ്ഞെടുക്കും. അതല്ലെങ്കിൽ ജനം പരാജയപ്പെടുത്തും. അതാണ് അവിടെ സംഭവിക്കുന്നത്.